ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും പരമാവധി 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2ഓ അതിൽ കൂടുതലോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ SCERT കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തതിന് ശേഷം ഇതിന് ഓരോന്നിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഇതൊക്കെ കമൻറ്റ് ബോക്സിലിടാം. എന്ത് വേണം, എങ്ങനെയൊക്കെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും പരമാവധി നമ്മൾ റിപ്ലൈ നൽകാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങളും മുഖവിലേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ PSC പരീക്ഷകളിലും ഏതൊരു PSC പരീക്ഷ എടുത്താലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാത്ത ഒരു PSC പരീക്ഷ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തന്നെ പോവുക. നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഏത് എക്സാമുകൾക്കും ഇതിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലായാലും, വൺ വേർഡ് ആയാലും, മാച്ച് ഫോളോയിങ്, അതായത് ചേരുംപടി ചേർക്കാൻ ഏത് ഒരു എക്സാം, ഇപ്പോൾ സെറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, അതുപോലെ തന്നെ LP UP HSA അങ്ങനെ തുടങ്ങി PSCയുടെ എല്ലാ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ PSC പരീക്ഷകൾക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല. PSC ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, PSCയുടെ ഒരു ജോലി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളതനുസരിച്ച് മുന്നോട്ട് വരിക. ഒപ്പം നമ്മൾ കൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. വേണമെന്നുള്ളവർ കാണുക, വേണ്ടാത്തവരൊക്കെ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്ന് പോരാടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു 18ാം നൂറ്റാണ്ട് കാലയളവിൽ ഈ ഒരു അച്ഛനും മകനും തമ്മിൽ 18, 19 നൂറ്റാണ്ടുകളിൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ കേട്ടത്. എന്താണ്? സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പം നീലം മുതലാളിമാരുടെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇവർ അടിമകളെ പോലെ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പോരാടേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്ത് നിൽക്കാനും നമ്മുടെ അന്തസ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണം നമ്മൾ കേട്ടു. ഇനി അതെ, നോബിൻ പറഞ്ഞത് ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്കൊന്നിച്ച് പോരാടാം. അപ്പം ഇതാണ് ഇവർ തമ്മിൽ പറഞ്ഞ ആ ഒരു ചർച്ചയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് ആണ് നോബിൻ മാധവ്. അപ്പോൾ ഇതാണ് മകൻ. ഇത് ഗോലക് ചന്ദർ ബസു ആണ്. ഇത് സാധു ചരൺ. അപ്പോൾ ഈ 3 പേരും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. മുകളിൽ നൽകിയ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണിത്. അപ്പോൾ അതൊരു നാടകമാണ് നമ്മൾ കണ്ടത്. ആ നാടകത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മളെ കാട്ടിത്തന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ബംഗാളി സാഹിത്യകാരനായ
അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താവായ ആരാ, ദീനബന്ധുമിത്ര, അദ്ദേഹത്തിൻ്റെ നാടകമാണ് നീൽ ദർപ്പൺ. അപ്പോൾ ചോദിക്കാം, നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? അതാണ് ദീനബന്ധുമിത്രയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിച്ചിരിക്കുന്നത്. മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്ത നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെയാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നീലം കർഷകരെ, നീലം ഉടമകൾ നീലം കർഷകരെ എങ്ങനെയാണ് ചൂഷണത്തിന് ഇരയാക്കിയത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ചൂഷണത്തിനെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഒരു നീൽ ദർപ്പൺ എന്ന് പറയുന്ന ആ നാടകത്തിലൂടെ ആര് പറയുന്നത്? ദീനബന്ധുമിത്ര പറയുന്നത്. ഈ സംഭാഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദേശ ആധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ വിദേശികളാണ് ഇവിടെ ഭരണം നടത്തുന്നത്, അവർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിദേശ ആധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം, നികുതി ഭാരത്തിൽ നിന്നുള്ള മോചനം, ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിരുന്നു? ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ്? ജാതിയായാലും മതമായാലും വേഷമായാലും ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും എന്തുണ്ടായിരുന്നു? വേർതിരിവ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയായപ്പോൾ എന്ത് ചെയ്തു? ഭിന്നതകളൊക്കെ മാറി ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം, ഭിന്നതകളെല്ലാം മാറി ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു ഐക്യബോധം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐക്യബോധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മളൊന്നാണ്, നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഒറ്റ ജനവിഭാഗമാണ് എന്ന ഒരു ഐക്യബോധം. ആ ഐക്യബോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് നമുക്കിവിടെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ സൈഡിൽ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം അതിന് പറയുന്നതാണ് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. അപ്പോൾ ഡ്രെയിൻ തിയറിയുടെ ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാ? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഈ പുസ്തകത്തിലാണ് അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയെക്കുറിച്ച് ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ്? ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്.
ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രെയിൻ തിയറിയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇതാണ് ദാദാഭായ് നവറോജിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും മിക്ക PSC പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തേതാണ് സാമ്പത്തിക നയം. എന്താണ് സാമ്പത്തിക നയം? ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്തവർ നേരത്തെ പറഞ്ഞു, ആ ക്ലാസ് കാണുക തന്നെ, അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്താണ്? ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കോളനി, അതുപോലെ തന്നെ ഈ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് അത് ഉൽപ്പന്നങ്ങളാക്കി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യമാണ് സാമ്പത്തിക ചൂഷണം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. അപ്പോൾ ഇതിനുവേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയമെന്ന് പറയുന്നത് അതെന്ത് ചെയ്തു? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ വരുത്തിവെച്ചു. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങളിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ ആയപ്പോൾ അവരെന്ത് ചെയ്തു? പ്രധാനമായിട്ടും ആരൊക്കെയാണ്? കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾ ആർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയവരിൽ ഉൾപ്പെടുന്നവരാരെല്ലാം, ഉൾപ്പെടാത്തവരാരെല്ലാം, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരെല്ലാം, അല്ലെങ്കിൽ നേതാക്കളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം, ഉൾപ്പെടാത്തവർ ആരെല്ലാം, വേറൊരാളെ കൂടി തന്നിട്ട് ഇതിലാരാണ് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ ഇവരുടെയൊക്കെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചതെന്നാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കണം. പിന്നെന്താണ്? ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കണം, തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കണം. ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ എന്ത് ചെയ്തു? അവർ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സ്ഥിതിസമത്വത്തെയും തുല്യനീതിയെയും ശാസ്ത്രബോധത്തെയും പൗരാവകാശത്തെയും ഒക്കെ കുറിച്ച് അവബോധമുള്ളവരായി മാറി. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്ന് ചിന്തിച്ചു.
അപ്പോൾ പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാരെന്താ ചെയ്തത്? തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്നവർ ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്താണ്, തങ്ങൾ ബ്രിട്ടൻ്റെ കീഴിൽ അകപ്പെട്ടു പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായിട്ട് ഏത് മാറി? ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. അപ്പോൾ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടുക വഴി ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണ് ലഭിച്ചത്? രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ദേശീയത, നമ്മളെല്ലാം ഒന്നാണ് എന്ന ആ ഒരു തിരിച്ചറിവ് ഇന്ത്യക്കാരിൽ ഉണ്ടായത്. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിൽ എത്രമാത്രം സഹായകമായി എന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി സാഹിത്യവും പത്രങ്ങളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണിത്. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരൊക്കെയാണ്? സാഹിത്യകൃതികളും അതുപോലെ പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം അവർ സാഹിത്യത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു? എഴുതി വിട്ടു. അപ്പോൾ സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി. അപ്പോൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, അവഗണനകൾ, ചൂഷണം, ഇവയൊക്കെ എന്ത് ചെയ്തു? സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധുമിത്ര, നമ്മൾ പറഞ്ഞല്ലോ നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയ ദീനബന്ധുമിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആനന്ദമഠം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, അപ്പോൾ നമ്മുടെ ഗീതാഞ്ജലി പോലുള്ള കൃതികൾ, നമ്മുടെ ജനഗണമനയൊക്കെ നമുക്ക് തന്ന രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ആരൊക്കെയാണ് ആ കാലത്തെ പ്രമുഖ എഴുത്തുകാരായിരുന്നത്? അതായത് ദേശീയ പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞ് വരുമ്പോഴുള്ള ആ ഒരു ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നു ആരെല്ലാം? ദീനബന്ധുമിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവർ. ഇനി പ്രധാന കൃതികളും സാഹിത്യകൃതികൾ, സാഹിത്യകാരന്മാർ, ഭാഷ, അവരേത് ഭാഷയിലാണ് കൃതികൾ എഴുതിയത് അതുകൊണ്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രധാന ദേശീയ സാഹിത്യകാരന്മാർ ആരൊക്കെയായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. രവീന്ദ്രനാഥ ടാഗോർ ഏത് ഭാഷയിലാണ് എഴുതിയത്? ബംഗാളി ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. ഇനി ലക്ഷ്മിനാഥ് ബസ് ബറുവ, അദ്ദേഹത്തിൻ്റെ പേര് ലക്ഷ്മിനാഥ് ബസ് ബറുവയാണ്. അദ്ദേഹം ആസാമീസ് ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. അപ്പോൾ ആസാമീസ് ഭാഷയിൽ ദേശീയ പ്രസ്ഥാന സമയത്ത് ആസാമീസ് ഭാഷയിൽ കൃതികൾ എഴുതിയ എഴുത്തുകാരനായിരുന്നു ചോദിക്കും. ആരാ? ലക്ഷ്മിനാഥ് ബസ് ബറുവ. അദ്ദേഹം ആസാമി ഭാഷയിലാണ് എഴുതിയത്. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിൽ എഴുതിയതാണ്? മറാത്തി ഭാഷയിൽ കൃതികൾ എഴുതിയതാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, മറാത്തി ഭാഷ. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ഏത് ഭാഷയിൽ എഴുതി? ബംഗാളി ഭാഷയിൽ. ലക്ഷ്മിനാഥ് ബസ് ബറുവ ഏതാണ്? ആസാമീസ് ഭാഷയിൽ എഴുതി. അതുപോലെ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലും കൃതികൾ എഴുതി. ഇനി സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ് എഴുതിയത്? തമിഴ് ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. സുബ്രഹ്മണ്യ ഭാരതി
അദ്ദേഹം തമിഴ് ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദി ഭാഷയിൽ കൃതികൾ എഴുതിയ വ്യക്തിയാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഇനി പ്രേംചന്ദ് നമ്മൾ ഹിന്ദി ഭാഷയിൽ എഴുതിയ ആളാണ് പ്രേംചന്ദ്. അപ്പോൾ ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. അപ്പോൾ ഹിന്ദി ഭാഷയിൽ കൃതികൾ എഴുതിയ എഴുത്തുകാർ ആരൊക്കെയെന്ന് ചോദിക്കാം. ആരൊക്കെയാ? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് മുതലായവർ. ഇനി അൽതാഫ് ഹുസൈൻ ഹാലി, അദ്ദേഹം ഉറുദു ഭാഷയിൽ കൃതികൾ എഴുതിയ വ്യക്തിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. വള്ളത്തോൾ നാരായണ മേനോൻ ഏത് ഭാഷയിൽ എഴുതി? മലയാളം ഭാഷയിൽ കൃതികൾ എഴുതി. അപ്പോൾ ഇവരൊക്കെയാണ് ദേശീയ പ്രസ്ഥാനം കുഴുമ്പിരി കൊള്ളുന്ന കാലത്തെ നമ്മുടെ എഴുത്തുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും എഴുത്തും അവർ ഏതെല്ലാം ഭാഷകളിലാണ് എഴുതിയത് എന്നും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ദീനബന്ധുമിത്ര എന്ന് പറയുന്നത്. നമ്മുടെ നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം എഴുതിയത് ഇദ്ദേഹമാണ്. അതുപോലെ ഇതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹമാണ് ബംഗാളി ഭാഷയിൽ നോവൽ എഴുതിയ വ്യക്തിയാണ്. ആനന്ദമഠം എന്ന നോവലൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ, പിന്നെ ആരാണ് ഇത്? നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ. ഈ കാണിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സാഹിത്യ വിഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. അപ്പോൾ സാഹിത്യവും പത്രങ്ങളും ഒക്കെയാണ് ജനങ്ങളിലെ ദേശീയത എന്ന് പറയുന്ന ആ ഒരു വികാരം വളർത്തിയത്. അപ്പോൾ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാ റാം മോഹൻ റോയ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. അപ്പോൾ നമ്മുടെ രാജാ റാം മോഹൻ റോയ് 2 പത്രങ്ങളാണ് രചിച്ചത്. ആ 2 പത്രങ്ങളിൽ ഒന്ന് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ബംഗാളി ഭാഷയിൽ രചിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ഇനി പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിൽ എഴുതിയത് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ എന്താ ഈ വർത്തമാന പത്രങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്താണ്? ഇത് ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും എന്ത് ചെയ്തു? ഇത്തരം വർത്തമാന പത്രങ്ങൾ സഹായിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രധാന പത്രങ്ങളും ആ പത്രങ്ങളുടെ ഭാഷയുമാണ് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെ, അത് ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്, ഇത് രണ്ടും നമുക്ക് നോക്കാം. ദി ഹിന്ദു ഏത് ഭാഷയിലെ പത്രമാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച പത്രമാണ് ദ ഹിന്ദു. അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ, അപ്പോൾ ദി ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും ബംഗാളി ഭാഷയിലെ പത്രങ്ങളാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറഞ്ഞു. ദി ഹിന്ദുവും ഇംഗ്ലീഷ് ഭാഷ. അതുപോലെ മാതൃഭൂമി, അൽ അമീൻ ഇവയൊക്കെ മലയാളത്തിൽ എഴുതിയ പത്രങ്ങളാണ്. അപ്പോൾ ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇത് ഇംഗ്ലീഷിലും, മാതൃഭൂമി, അൽ അമീൻ എന്നീ പത്രങ്ങൾ മലയാളത്തിലും രചിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പത്രങ്ങളും സാഹിത്യകൃതികളും ഒക്കെ ഇറങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു.
അങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ആരാ? ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ ലിട്ടൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത്. ആരാ? നമ്മുടെ ലിട്ടൺ പ്രഭുവാണ്. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇന്ത്യക്കാരെന്ത് ചെയ്തു? ഒറ്റക്കെട്ടായി നിലകൊണ്ടു. ദേശീയത വളർത്തുന്നതിൽ പത്രമാധ്യമങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ഒരു ലഘു വിവരണം തയ്യാറാക്കുക കുട്ടികൾക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ വ്യക്തി മറ്റാരുമല്ല, രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ രാജാറാം മോഹൻ റോയ്, ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ ലോകത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. കേരളത്തിലാണെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? കേരളത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ 1772 ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ മതങ്ങളിലും, അതായത് ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രൈസ്തവ മതം, ജൂതമതം അങ്ങനെ തുടങ്ങിയ മതങ്ങളിലൊക്കെ അഗാധമായ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കി. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു? രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഈ രാജാറാം മോഹൻ റോയ് ആണ്. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അപ്പോൾ ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. അപ്പോൾ പൈതൃക സ്വത്തിലെ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് വാദിച്ചത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു, അതുപോലെ ബഹുദൈവ വിശ്വാസത്തെ എതിർത്തു. അങ്ങനെ ഇവയ്ക്കെതിരെയൊക്കെ നിലകൊണ്ട വ്യക്തിയാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മഹത് വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. അപ്പോൾ ജ്യോതിറാവു ഫുലെയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെ. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. മഹാരാഷ്ട്രയിലെ താഴ്ന്ന ജാതികൾക്കിടയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും ഒക്കെ അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ജ്യോതിറാവു ഫുലെ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി
സത്യശോധക് സമാജം സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചത് സത്യശോധക് സമാജം. ഇനി ബ്രഹ്മസമാജമാണെങ്കിലും അത് രാജാ റാം മോഹൻ റോയ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സത്യശോധക് സമാജം എന്ന സംഘടന എന്തൊക്കെയാണ് ചെയ്തത്? വിധവാ വിവാഹം വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ സ്ത്രീകൾക്കായിട്ടും ദളിത വിഭാഗത്തിലുള്ളവർക്കായിട്ടും അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അപ്പോൾ മഹാത്മാ ജ്യോതിറാവു ഫുലെ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് അദ്ദേഹത്തെ വിളിച്ചതാണ് മഹാത്മാ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രി ബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയാണ് ആര്? സാവിത്രി റാവു ഫുലെ എന്ന് പറയുന്നത്. സാവിത്രി ഭായി ഫുലെയാണ്. സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പോൾ സാവിത്രിബായി എന്ത് ചെയ്തു? നിരവധി പെൺപള്ളിക്കൂടങ്ങൾ അതുപോലെ നിശാ പാഠശാലകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ആര് മാറി? സാവിത്രിബായി ഫുലെ മാറി. അപ്പോൾ അതാണ് നമ്മുടെ ജ്യോതിറാവു ഫുലെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പണ്ഡിത രമാബായിയിലേക്കാണ്. പണ്ഡിത രമാബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. അപ്പോൾ സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യം ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? പണ്ഡിത രമാബായിയാണ്. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. അപ്പോൾ ഇവരുടെ സ്വദേശം എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ തന്നെ അവർക്ക് സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ അവർ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പോൾ സംസ്കൃതത്തിലൊക്കെ നല്ല ജ്ഞാനമുള്ളവർക്കാണ് അന്ന് പണ്ഡിതനെന്നും പണ്ഡിത എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ സംസ്കൃതത്തിലെ അഗാധമായ ജ്ഞാനം പരിഗണിച്ചുകൊണ്ട് ഏത് സർവകലാശാല? നമ്മുടെ കൊൽക്കത്ത സർവകലാശാല അവർക്ക് എന്ത് ചെയ്തു? അവിടുത്തെ അധ്യാപകർ രമാബായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെന്തിനു വേണ്ടി നിലകൊണ്ടതാ? പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി. ആര്യ മഹിളാ സമാജം. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പോൾ ഇവർ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു, ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് മുക്തി മിഷൻ, അപ്പോൾ തൊഴിൽ പരിശീലനത്തിന് വേണ്ടി മുക്തി മിഷൻ സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അപ്പോൾ 1889 ബോംബെയിൽ വെച്ച് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ ആര് പങ്കെടുത്തു? നമ്മുടെ പണ്ഡിത രമാബായി പങ്കെടുത്തു 1889. ഇനി ഇന്ത്യയിലെ മറ്റ് ചില പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്ഥാപകരെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ സ്ഥാപകർ. ഒന്നാമത്തേത് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം
ആത്മാറാം പാണ്ഡുരംഗ്. നമ്മൾ പറയില്ലേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ആത്മാറാം, ആത്മാർത്ഥമായി എന്നുള്ളതിൽ ആത്മാറാം കിട്ടും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാ സമാജം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാ? ആത്മാറാം പാണ്ഡുരംഗ്. ഇനി അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി വന്നിട്ട് തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവ്ഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നിട്ടാണ് സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി ആരൊക്കെയാണ്? മാഡം ബ്ലാവ്ഡ്സ്കി, അതുപോലെ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവ്ഡ്സ്കിയും തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരായ? സ്വാമി വിവേകാനന്ദൻ്റെതാണ് രാമകൃഷ്ണ മിഷൻ. ഇനി ഹിതകാരുണി സമാജം, അത് വീരേശലിംഗം പന്തുലുവാണ് സ്ഥാപിച്ചത്. ഹിതകാരുണി സമാജം സ്ഥാപിച്ചത് ആരാ? വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം ആര് സ്ഥാപിച്ചു? ഇ.വി. രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ചതാണ് സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരുടേതാ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം ആരുടേതാ? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു. അപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിന് കാരണമായ പ്രസ്ഥാനങ്ങളാണ്. ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും എത്രയും വേഗം ജോലി കിട്ടട്ടെ, എല്ലാവരും നല്ലൊരു പൊസിഷനിൽ ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.